ശബരിമല തീർത്ഥാടനത്തിന്റെ പരമ്പരാഗത പാതയായ കറുകച്ചാൽ നെടുങ്കുന്നം മണിമല എരുമേലി പമ്പാപാത അവഗണിക്കപ്പെടുന്നതിന് പിന്നിൽ KSRTCയുടെ കടുംപിടുത്തമാണെന്ന് സ്ഥലം MLA ഡോക്ടർ N ജയരാജ് പറഞ്ഞു. എല്ലാ വർഷവും ശബരിമല അവലോകന യോഗത്തിൽ ഈ പാതയുടെ കാര്യം ഉയർന്നു വരുമ്പോഴേ KSRTC എതിർപ്പുമായി വരുമെന്നും MLA പറഞ്ഞു. ഇത്തവണ ജില്ലാ കളക്ടർ പ്രത്യേക താൽപര്യം പ്രകടിപ്പിച്ചിട്ടും KSRTC എതിർപ്പ് തുടരുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ വളവുകളുള്ള വഴിയാണ് ഈ റോഡ് എന്നാണ് ശബരിമലയുടെ KSRTCയുടെ ആളുകൾ ബന്ധപ്പെട്ട് പറയുന്നത്. ഇത് കേട്ടാൽ ശബരിമലയ്ക്കുള്ള എല്ലാ പാതകളും വളവില്ലാത്ത പാതകളാണ് എന്ന് നമുക്ക് സത്യത്തിൽ തോന്നും. വളരെ രസകരമായ ഒരു ആർഗ്യുമെൻ്റാണ് മാത്രമല്ല KSRTC സംബന്ധിച്ചിടത്തോളം 9 കിലോമീറ്റർ ദൈർഘ്യം കുറയുക എന്ന് പറയുമ്പോൾ ആ 9 കിലോമീറ്ററിൽ നിന്നുണ്ടാകുന്ന ഇന്ധന ലാഭം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരമ്പരാഗത പാതയിലെ അമ്പല കമ്മിറ്റികളും പഞ്ചായത്തുകളും തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ പരസ്പരം മത്സരിക്കുമ്പോൾ KSRTC കാണിക്കുന്ന അവഗണന അംഗീകരിക്കാനാവില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ റാന്നി പാലത്തിൻ്റെ തകർച്ചയോടുകൂടി ഇതുവഴി ഉണ്ടായിരുന്ന ഗതാഗതം പൂർണ്ണമായും KK റോഡ് വഴി തിരിച്ചുവിടുകയും മറ്റുള്ള ആളുകൾ ഈ പരമ്പരാഗത പാതയെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ പാതയിലൂടെ യാത്ര ചെയ്തിരുന്നവർക്കെല്ലാം ക്ഷേത്ര സന്നിധികളിൽ വിശ്രമിക്കുവാനും അതേപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുവാനും നേരത്തെയും തയ്യാറായിരുന്നു, ഇനിയും തയ്യാറാണ് എന്നുള്ള വസ്തുത കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ശബരിമല ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അമ്പലപ്പുഴ പേട്ട സംഘം യാത്ര ചെയ്യുന്നതും ഈ പരമ്പരാഗത പാതയിലൂടെയാണ്. അവർ ആഴിപൂജ നടത്തുന്ന മണിമലക്കാവ് ഈ പാതയിൽ വരുന്നതാണ്. റിപ്പോർട്ടർ കോട്ടയം.